എയിംസ് ജിപ്മ ESIC ഫാർമസിസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സൈറ്റ് എടുക്കേണ്ടത് എയിംസിന്റെ സൈറ്റ് ആണ്. ദാറ്റ് ഇസ് www.aimsexams.ac.in. ഈ ഒരു സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക. അതിൽ റിക്രൂട്ട്മെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ ഈ റിക്രൂട്ട്മെന്റില് കോമൺ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ ചൂസ് ചെയ്യുക. അതില് കോമൺ എക്സാമിനേഷൻ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ 2025 വ്യൂ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓൾറെഡി എയിംസിന്റെ എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ലോഗിൻ ടു അപ്ലൈ കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പാസ്വേഡും ഫോൺ നമ്പറും കൊടുത്ത് ചെയ്യാം. അതല്ല നിങ്ങൾ ഒരു ന്യൂ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് കൊടുത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടത് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഫുൾ നെയിം കൊടുക്കണം, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ദെൻ ഒരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യണം. സോ പിന്നെ ആധാർ നമ്പറും എൻ്റർ ചെയ്ത് വെരിഫിക്കേഷനോട് കൂടിയോ അല്ലാതെയോ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോഗിൻ ടു അപ്ലൈ. അപ്പൊ നമ്മൾ ഫ്രഷ് കാൻഡിഡേറ്റിന്റെ കേസാണ് ഇപ്പൊ പറഞ്ഞത്. ഇപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ലോഗിൻ ടു അപ്ലൈ കൊടുക്കുക. ലോഗിൻ ടു അപ്ലൈ കൊടുക്കുമ്പോൾ ലോഗിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് വരും. ഫോൺ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും നിങ്ങൾ സെറ്റ് ചെയ്തതും കൊടുത്ത് ലോഗിൻ കൊടുക്കുക. ആഡ് ന്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക. ആഡ് ന്യൂ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. സോ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എന്നുള്ള ഈ പോസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പൊ അതിന്റെ താഴെ കൺസേൺഡ് ആയിട്ടുള്ള ആ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് വന്ന് കിടക്കും. നമുക്ക് ഇവിടെ ഒന്നും ചൂസ് ചെയ്യാനില്ല, കാരണം ഇതെല്ലാം അണ്ടർ ദ ഹെഡിങ് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ ഫാർമ കെമിസ്റ്റ് ഇതെല്ലാം ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. സോ ഇതൊന്ന് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ദെൻ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതായത് ജെൻഡർ സെലക്ട് ചെയ്യണം, അതേപോലെ തന്നെ ഡിസബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സെലക്ട് ചെയ്യണം. പിന്നെ കാറ്റഗറി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അൺറിസർവ്ഡ് കാറ്റഗറിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസർവേഷൻ ഉള്ള കാറ്റഗറി, നിങ്ങളുടെ കൺസേൺ ആയിട്ടുള്ള റിസർവേഷൻ കാറ്റഗറിയോ ചൂസ് ചെയ്യാം. റിസർവ്ഡ് കാറ്റഗറിയിലേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനലി ക്വാളിഫൈഡ് ആയതിനു ശേഷം അൺറിസർവ്ഡ് പോസ്റ്റിലേക്ക് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുക. ഇൻ കേസ് നിങ്ങൾ റിസർവേഷൻ ചൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ കൺസേൺഡ് പോസ്റ്റുകളിലേക്കായിരിക്കും നിങ്ങൾക്ക് ലാസ്റ്റ് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക കേട്ടോ. റിസർവേഷൻ ഉള്ള ഒരു കാൻഡിഡേറ്റിനും അൺറിസർവ്ഡ് കൊടുക്കാം കേട്ടോ. കാരണം റിസർവേഷൻ നമ്മൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ കൺസേൺഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കൂടി കൊടുക്കണം. ഇൻ കേസ് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺറിസർവ്ഡിന് കോമ്പീറ്റ് ചെയ്യാം. സോ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ദെൻ നാഷണാലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റേറ്റ് കൊടുക്കുക. ദെൻ ID പ്രൂഫ്, നിങ്ങളുടെ ഏത് ID പ്രൂഫാന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക. അതുമായിട്ടുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് സെലക്ട് ചെയ്യാനുള്ള പേജാണ് ഇനി വരുന്നത്. അപ്പൊ ഇതിലും നമുക്ക് ഓരോ നോട്ടിഫിക്കേഷൻസിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ചിലതില് എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട്, ചിലതിൽ എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ നോക്കി ചൂസ് ചെയ്യുക. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെ ചൂസ് ചെയ്ത് കൊടുക്കുക. കാരണം അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഫാർമസി കൗൺസിലുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനുള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡീറ്റെയിൽസ് കൊടുക്കുക. അതിന്റെയും കൺസേൺ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുക. ദെൻ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് നമ്മൾ ക്ലെയിം ചെയ്യുവാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റും ലേറ്റർ അപ്ലോഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇനി അടുത്തത് എക്സാമിനേഷൻ, ഏത് സെന്റർ വേണം, ഏത് സ്റ്റേറ്റ് വേണം എന്നുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും. 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് അനുസരിച്ചിട്ട് എക്സാമിനേഷൻ സെന്ററിനുള്ള സ്റ്റേറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൽ ഇനി അടുത്തത് നിങ്ങൾ ഒരു സെമി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ NOC സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ദാറ്റ് ഇസ് നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്. നിങ്ങൾ പെർമനന്റ് ആണെങ്കിലും കോൺട്രാക്ച്വൽ ബേസിസിൽ വർക്ക് ചെയ്യുവാണെങ്കിലും NOC വേണം. ഗവൺമെന്റിലോ സെമി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ NOCയും എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയും സിഗ്നേച്ചറും തമ്പ് ഇംപ്രഷനും അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. അത് കൺസേൺഡ് സൈസും കാര്യങ്ങളും എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇതിൽ തന്നെ നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെന്റ് ഡീറ്റെയിൽസിലേക്ക് പോകും. ഓൺലൈൻ പേയ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.